ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ പോലെ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അതായത് കുക്കിംഗ് വീഡിയോ തന്നെ. നമുക്ക് നോമ്പറക്കുമ്പോഴത്തേക്ക് എന്തെല്ലാം ആക്കി വെക്കേണ്ടത് അതെല്ലാം തന്നെയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാൻ വിചാരിച്ചത് ബക്കുവടയും ചിക്കൻ വെച്ചിട്ടുള്ള ബക്കുവട, അതും പിന്നെ നെയ്യടയും. അപ്പോൾ ഈ ഒരു നെയ്യടയും ബക്കുവടൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ഞാൻ നെയ്ച്ചോറും പിന്നെ ബീഫ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയും പിന്നെ ബീഫ് പൊരിച്ചതും. അപ്പോൾ ഞാൻ ബീഫ് കറി തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫ് പൊരിക്കുന്നതിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ 4 റെസിപ്പീസാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെയ്യടൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് പാല്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഇതിൽ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 കപ്പോളം മതി. ദോശമാവിൻ്റെ ആ ഒരു അയവിലായിരിക്കണം നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു അയവിലായിരിക്കണം നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 4 മുട്ട ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് തന്നെയാണ്, 4 ടേബിൾ സ്പൂണ് കണക്കിനുള്ള മധുരമെല്ലാം ഉണ്ട്. പിന്നെ ഞാനിതിൽ 1/2 ടീസ്പൂണ് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പഞ്ചസാര നല്ലോണം അലിയുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട നല്ലോണം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ആർക്കിജ് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ചെറുതായിട്ട് മുറിച്ച് വെച്ച അണ്ടിപ്പരിപ്പിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു അണ്ടിപ്പരിപ്പ് 1/2 കപ്പോളം വരും. പിന്നെ കൂടുതൽ അണ്ടിപ്പരിപ്പ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിസ്മിസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് അധികം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിൽ തന്നെ ഒരു 1.5 കയ്യിൽ, ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1.5 കയ്യിൽ മാവ് ആദ്യം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ആറി വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1/2 kg ആണ് ഇത്. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കലക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മുട്ട ഒന്ന് ആറി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഇനി ഈ മാവൊന്ന് ആറിയതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ലാസ്റ്റത്തെ മുട്ടക്കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മുട്ട ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ ലാസ്റ്റത്തെ മാവുണ്ടല്ലോ അത് ഏറ്റവും മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മേലെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, എന്നാലന്ന് നല്ല ടേസ്റ്റ് കിട്ടാൻ. എന്നിട്ടൊരു ചെറിയ തീയിലൊരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചിക്കൻ വെച്ചിട്ടുള്ള ബക്കവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള നീളത്തിലരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് ഞെരടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക് ഞാൻ 4 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലിട്ട് കൊടുക്കേണ്ട ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ലേശം വെള്ളവും ലേശം ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. വേറെ പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് വെന്തതിന് ശേഷം കൈ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് നുള്ളിയെടുത്ത്
അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 കപ്പ് കടലക്കപ്പൊടി. ഈ ഒരു പക്കവടക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അരിപ്പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ലേശം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കൂടുതൽ ഒഴിച്ചെടുക്കണ്ട, 1/4 കപ്പോളം മതി. അപ്പം നമ്മളെ പക്കവടൻ്റെ മാവിട ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ക്രിസ്പി കിട്ടില്ല, ഒരു പതായിരിക്കും ഉണ്ടാകാൻ. ഇനി പക്കവട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാൻ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു പക്കവട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ കൂട്ടി കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടി കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ കരിഞ്ഞിട്ട് ഉള്ളൊന്നും വെന്ത് കിട്ടൂല. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള പക്കവട വയ്ക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളി വെച്ചിട്ട് മാത്രമല്ല പക്കവട ഉണ്ടാക്കൽ. അപ്പോൾ ഈ ചിക്കൻ വെച്ചിട്ട് നിങ്ങൾ പക്കവട ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നെയ്യടയുടെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നെയ്യടി നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇതൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കുന്നൊന്നും കാണുന്നില്ല, നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടാണ് മുറിച്ചിട്ടെടുക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ അന്നൊന്ന് കുറച്ചും കൂടി ഭംഗി തോന്നുന്നത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള പക്കവടയുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തരം കടിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രിത്തെ ഭക്ഷണം നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. പിന്നെ നെയ്ച്ചോറും ഇറച്ചിക്കറിയാന്നാവുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കോളും. പിന്നെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത് ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ. പിന്നെ 2 തരം ഫ്രൂട്ട്സും, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കേണ്ട ഏകദേശം ടൈം ആയി. അങ്ങനെ നമ്മൾ നോമ്പ് തുറയെല്ലാം കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് ഇറങ്ങി. ഞാൻ സാധാരണ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കിച്ചണിൽ അങ്ങനെ ഇറങ്ങൂല, ഭയങ്കര മടിയാണ്. പിന്നെ ഇന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയതാണ്. പിന്നെ നെയ്ച്ചോറും ഇറച്ചിക്കറിയല്ല, കുറച്ച് ഈസിയാണെന്നല്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ബീഫ് പൊരിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് പൊരിച്ച് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ചോറ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി. അപ്പോൾ അത് കാണാത്തവരുണ്ട് ഇത് കാണാം, പെട്ടെന്നായിക്കോളും കുക്കറിലാവുമ്പോൾ. കുക്കറിലാവുമ്പോൾ വേഗം പണി തീരുമല്ലോ, പിന്നെ തറാവിൽ നിസ്കരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിവിടെ അരി കൈയിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യും ഉള്ളിയെല്ലാം വാട്ടിയിട്ട് വെള്ളമെല്ലാം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പം വെള്ളം ഇവിടെ തളിച്ചിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്ത് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇറച്ചിക്കറീൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോന് ഇറച്ചിക്കാണ് വെക്കുന്നത്. 1 കിലോ ഇറച്ചിക്ക് 2 സവാളയാണ് ഞാൻ എടുത്തത്. 2 സവാള നീളത്തിൽ അരിഞ്ഞത്.
എന്നിട്ട് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഏകദേശം ഇവിടെ വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് നീളത്തിന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു വലിയ ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി, മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് വറുത്തരച്ച കറിയില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം. തീ നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ ഈ പൊടി വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ തീ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടിയെല്ലാം കരിഞ്ഞിട്ട് കറിക്കൊരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാകാൻ. ഈ പൊടി വറന്നു വരുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും, അതുപോലെ തന്നെ ചെറുതായിട്ടൊരു കളറ് മാറും. ആ സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാൻ. അപ്പോൾ ഇതാ ഈ പൊടിൻ്റെ കളറെല്ലാം മാറിയിട്ട് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാട്ടി വെച്ച ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ഇറച്ചി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബീഫ് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നില്ല, അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1.5 കപ്പ് വെള്ളം മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഈ ബീഫ് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ ബീഫ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരച്ച് വയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് 2 ചെറിയ ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ബീഫ് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ബീഫ് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നെയ്യിൽ ഇട്ട് കൊടുത്തിട്ടില്ല, ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിയിലുള്ള ബീഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം. ഒരു ലേശം മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബീഫ് കറി നല്ല വറുത്തരച്ച കറി പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച 4 റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും. അതും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
താങ്ക് യു.